ഈ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് വിദേശത്തുണ്ട് എന്ന അഭ്യൂഹത്തിൽ സ്ഥിരീകരണമില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ADGP H വെങ്കടേശനാണ് അന്വേഷണ ചുമതല. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ സംഭവമാണ്. 40 എത്ര വർഷമായി? 40 വർഷത്തോളമായി. ഇതെന്ത് പൂഴ്ത്താനാണുള്ളത്? ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഓക്കെ, അനിൽ ജോർജ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. അനിൽ ജോർജ്, 42 വർഷമായി എല്ലാവരെയും പറ്റിച്ച് സുകുമാരക്കുറുപ്പ് കടന്നു കളഞ്ഞിട്ട്. അതിന് പിന്നാലെ ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നു. സുകുമാരക്കുറുപ്പ് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ വാർത്തകൾ വന്നു. സുകുമാരക്കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമകൾ പോലും ഇവിടെ പലവട്ടം വന്നതാണ്. ഇതിനൊക്കെ പിന്നാലെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വീണ്ടും ആ ഒരു കേസ് ഡയറിയൊക്കെ ഓപ്പൺ ചെയ്തു. പിന്നീട് അവരത് മടക്കാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ബ്രൂണോയിൽ സുകുമാരക്കുറുപ്പ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത 4, 5, 6 അക്കൗണ്ടുകളുണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ. അക്കൗണ്ടുകൾ പോലും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഇന്റർപോളിന്റെ സഹായം തേടാൻ പോവുകയാണ് ഇവിടെ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. എന്താ ആഭ്യന്തരമന്ത്രിയുടെ ഭാഷ്യം? അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഈ ഒരു അന്വേഷണത്തിന് ഇനിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമോ, അതോ ഫയല് മടക്കുമോ? ഇന്റർപോളിന്റെ സഹായം തേടുന്നതിൽ എന്തായി തീരുമാനം? സേതു, സുകുമാരക്കുറുപ്പ് എക്കാലത്തും മാധ്യമങ്ങൾക്കും അതുപോലെ പൊതുസമൂഹത്തിനുമൊക്കെ വലിയ കൗതുകമുള്ള ഒരു കഥാപാത്രമായി മാറിയിട്ട് ഒരുപാട് നാളുകളായി. പുതിയ ചില വാർത്തകൾ പ്രകാരം ചില അഭ്യൂഹങ്ങളുണ്ട്. വിദേശത്ത് മറ്റൊരു രാജ്യത്ത് മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിലൊക്കെ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ്, യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതലയുള്ളത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശത്തുള്ള ഒരു കേസ് എന്ന നിലയിൽ വിദേശത്താണ് ഈ ആൾ ഇപ്പോൾ ഉള്ളതെന്ന അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ചെന്നിത്തല പറഞ്ഞു. ഈ കേസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ പൂഴ്ത്തി എന്ന ചില വാർത്തകൾ അതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിനോടുള്ള ചെന്നിത്തലയുടെ പ്രതികരണം ഏതാണ്ട് 40 വർഷത്തിനൊക്കെ മുമ്പ് നടന്ന കാര്യം, വയലാർ രവി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടന്ന കാര്യമാണ്. അതിൽ എന്ത് പൂഴ്ത്താനാണ് ഉള്ളത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഇല്ല എന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്യും. സേതു.